വിമർശകർക്കുള്ള മറുപടിയാണ് ഈ പടം എന്ന് പറയാ. ദിലീപ് തിരിച്ചുവരവ് തന്നെയാണ്. ജനങ്ങൾക്കും നല്ല പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സിനിമയാണ്. ദിലീപ് വന്നു, തിരിച്ചു വന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടിയിരുന്നു. ഒരു വരവുണ്ട്, പിന്നെ അടിപൊളി ഒരു ഡാൻസിനും കൂടി തകർന്ന ഒരു തെലുങ്ക് പടം, കളർഫുൾ തെലുങ്ക് പടം കണ്ട ഫീലിംഗ് ആണ്. അടിപൊളി 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 സിനിമ. ഒരു മാറ്റം. ദിലീപ് തിരിച്ചുവരവ് തന്നെയാണ്. ജനങ്ങൾക്കും നല്ല പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സിനിമയാണ്. മോഹൻലാൽ നല്ല കഥാപാത്രമായിട്ട് വന്ന് ഓരോ ജനത്തിനും പ്രതികരിക്കാനുള്ള ഒരു സമയമായി ഇതിലെ ഒരു നല്ല സിനിമയാണ്. സംവിധായകൻ ധനഞ്ജയ് നന്നായി ആ പടം ചെയ്തു എന്നുള്ളതും കൂടെ അതിന്റെ വിജയമാണ്. ഞാനും വിനീതെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് സിനിമ പോയത്. ഇല്ല 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 ഒട്ടും ഒരു കുടുംബങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന നല്ല പടം. ചേട്ടന്റെ മുണ്ടിപറിക്കടിയൊക്കെ കാണുമ്പോ തന്നെ തിയേറ്റർ ഒന്നടങ്കം ഇളകി മറിയാണ്. ദിലീപേട്ടനും രണ്ടുപേരും കൂടിയുള്ള ആ കോമ്പോസ് അത് തിയേറ്ററിൽ വന്ന് നിങ്ങൾ അനുഭവിച്ചറിയാം. അത് വേറെ ഒന്നും പറയാല്ല. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി തന്നെ. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടം അല്ല, ടെറിട്ടറി എന്ന് പറയില്ലേ, ടെറിട്ടറി വൻ പൊളി സാധനം. ചാൻസ് ഇല്ല. ഇനിയിപ്പോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കുള്ളൂ. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി. എന്റെ ഭാഷയിൽ പറഞ്ഞ പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി തന്നെ. പടം അടിപൊളി. ഈ ക്രിസ്മസിന് ഇത്രയും നല്ലൊരു പടത്തിൽ എനിക്കൊരു വേഷം ഉണ്ടായതാണ്. അത് ലെങ്ത് ആയതുകൊണ്ട് കട്ടായി. അത് ഉടനെ യൂട്യൂബിൽ വരും. ഇത്രയും വലിയ ക്രൂവിന്റെ കൂടെ എനിക്ക് ദിലീപേട്ടന്റെ കൂടെ അടിപൊളി ഒരു ഇതുണ്ടായതാണ്. പക്ഷെ ഞാനിന്ന് ഒരുപാട് ഹാപ്പി. 4ാം ക്ലാസ് വരെ ഉണ്ണിക്കണ്ട ഇവിടെ വരെ നിൽക്കാൻ കാരണം എന്റെ വിജയേട്ടനെ കണ്ട 3ാമത്തെ ദിവസം ഏട്ടൻ കൂടി വാ ഏട്ടനാണ് എനിക്ക് പ്രശാന്ത് ഏട്ടനാണ് വിളിച്ചത്. വിജയേട്ടൻ തോളിൽ കൈയിട്ട പോലെ നമ്മുടെ സ്വന്തം ജനപ്രിയ നായകനും എന്റെ തോളിന്റെ കൂടെ കൈയിട്ട് സംസാരിച്ചു. ഒരുപാട് ഹാപ്പിയായി. ഇന്ന് ഞാൻ ഒരുപാട് ഇതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ മൂവി ക്രിസ്മസിനെ കാണുക, വിജയിപ്പിക്കുക. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. വിമർശിച്ചവരോടല്ല, ഓർഡറ മക്കളെ, ഓർഡറ കണ്ട വഴി. ഏട്ടന്റെ കമ്പാക്ക് എന്ന് പറഞ്ഞാൽ വലിയ കമ്പാക്ക് തന്നെയാണ്. കമ്പാക്ക് എന്ന് പറഞ്ഞാൽ കമ്പാക്കിന്റെ അങ്ങേറ്റം. വിമർശകർക്കുള്ള മറുപടിയാണ് ഈ പടം എന്ന് പറയാ. കാരണം ഇന്നത്തെ ഒരു ദിവസം മൊത്തം ടോട്ടലി ബുക്ക് മൈ ഷോ അടിച്ചു പൊളിച്ചു നോക്കി. അതിലേറെ ഇനി ഈ ഒരു അഭിപ്രായം വരുന്നതോടെ ടോട്ടലി മാറും. കാരണം അത്രയും കത്തി കയറും പടം. ദിലീപേക്കിന്റെ ഒരു കം ബാക്ക് വേറെ ലെവൽ പവർഫുൾ ആയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഏതാ രാംലീലൊക്കെ സൂപ്പറാണ്. ദിലീപിന്റെ കാലം അടിപൊളി പെർഫോമൻസ് ആണ്. ദിലീപ് വേറെ ലെവൽ പെർഫോമൻസ്. കാരണം ഇതുവരെ അങ്ങനെ ഒരു പെർഫോമൻസ് ദിലീപിന് കണ്ടിട്ടില്ല. ലാലേട്ടന്റെ മാസം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ദിലീപിന് അങ്ങനെ ഒരു പെർഫോമൻസ് കണ്ടില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പടം. 2 ഫാൻസിനും ഒരേപോലെ 2 ഫാൻസിനും കൊണ്ടുപോകാൻ പറ്റുന്ന ആ ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ട് പടം. അടിപൊളിയാണ്. സിനിമയില് ടോട്ടലി വൈബാണ് സിനിമ. അതാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. കാരണം ഇതില് പടം തുടങ്ങുമ്പോ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് നോ ലോജിക്. ആ ലോജിക് ഇല്ലാതെ പടം കണ്ടോളണം. അത് പടം എന്റർടൈൻമെന്റ് മാത്രം ഉദ്ദേശിച്ചിട്ട് ആ എന്റർടൈൻമെന്റ് ആണ് തുടങ്ങുന്ന മുതൽ അവസാനം വരെ. ഒരു ലാഗോ ഒന്നും തോന്നിപ്പിക്കാതെ ടോട്ടലി എന്റർടൈൻമെന്റ് മൂവിയാണ്. പ്രത്യേകിച്ച് ഫാൻസിന്, ദിലീപ് ഫാൻസ്, മോഹൻലാൽ ഫാൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടും. അത്രയും മോഹൻലാലിനൊക്കെ പ്രത്യേകം വളരെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ പടം. മാസ് എന്ന് പറഞ്ഞാൽ അടാറ് മാസമാണ് മോഹൻലാലിന് എടുത്ത് കാണിച്ചിട്ടുള്ളത്. ദിലീപിന് അതുപോലെ തന്നെ ഇതുവരെ ദിലീപ് ചെയ്യാത്തൊരു സ്പെഷ്യൽ റോളാണ്. അടിപൊളിയായിട്ട്. ടോട്ടലി ലാലേട്ടന്റെ കാമിയോ എന്നല്ല ശരിക്കും. ലാലേട്ടന് എന്താ പറയാ, ഇന്റർവെലിന് ശേഷം ഒരു 3/4% ലാലേട്ടൻ ഉണ്ട്. ആ വന്ന ലാലേട്ടന്റെ അഴിഞ്ഞാട്ടാണ് ഇതില്. അഴിഞ്ഞാടാനുള്ള സ്പേസ് കൊടുത്തുന്നല്ല, ലാലേട്ടന്റെ ടോട്ടലി അഴിഞ്ഞാട്ടാണ്. അവസാനം നമ്മൾ വിചാരിച്ചു പടം ലാലേട്ടൻ തൂക്കുമെന്ന് വരെ വിചാരിച്ചു പോയി. പക്ഷെ എങ്കിലും അതൊരു ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ലാലേട്ടന്റെ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് അതിൽ വന്നത്. ഒരു മാസ് മുണ്ടു മടക്കലും വീശ വിരിക്കലും എല്ലാം കൊണ്ടും ലാലേട്ടൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ആ ഒരു ഗസ്റ്റ് റോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഒട്ടും മോശമാക്കാതെ ഫാൻസിനുണ്ടല്ലോ, അതായത് ഇപ്പൊ മോഹൻലാൽ ഒരു പടത്തിൽ ഗസ്റ്റ് ആയിട്ട് വരാന്ന് പറഞ്ഞാല് ആ ഫാൻസിനെ കൂടെ തൃപ്തിപ്പെടുത്തണം, അതിലേറെ അതിന് മുകളിൽ തൃപ്തിപ്പെടുത്തി. സൂപ്പർ പടം, സൂപ്പർ, വേറെ ലെവൽ. 3 മണിക്കൂർ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പടം വന്നിട്ട് 3 മണിക്കൂർ എൻജോയ് ചെയ്യണമെങ്കിൽ എല്ലാം പറഞ്ഞ് ആർപ്പ് വിളിച്ച് ഒച്ച ഉണ്ടാക്കി ആഘോഷിക്കണേ ടിക്കറ്റ് ബുക്ക് ചെയ്തോ 100% ഷുവർ വേണോ. അത്രക്ക് പൊളിയായിട്ട് നമുക്ക് എന്താ എന്റെ സൗണ്ട് വരെ പോയി ഉള്ളിൽ നിന്ന്. അത്രക്ക് ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, എന്തുവേണം ചെയ്യാം. നിങ്ങൾ എൻജോയ് ചെയ്യണമെങ്കിൽ പടം ടിക്കറ്റ് ബുക്ക് ചെയ്തോ. പടം സൂപ്പർ ഹിറ്റ്, 100% ഷുവർ. ദിലീപ് കംബാക്ക് ആണ്. ദിലീപ് വന്നു, തിരിച്ചു വന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടിയിരുന്നു. ജനപ്രിയ നടനായിട്ട് അംഗീകരിച്ചത് വെറുതെ അല്ല. അദ്ദേഹം ഇത്രയും വർഷമായിട്ട് നമ്മളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം ഏറ്റവും കൂടുതൽ എന്താ പറയാ, സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറിനും മേളിൽ വളർന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതിയുമായിട്ട് വരുന്നത്. അത് എപ്പോഴാണ് വന്നത്? ഈ കേസ് FIR വരെ ക്ലോസ് ചെയ്തപ്പോഴാണ് അടുത്ത് 1-ാം പ്രതിയെ കൊണ്ട് പറയിച്ചത്, ഒരു ലെറ്റർ എഴുതി വിട്ടത്. മനസ്സിലായില്ല? അതിൽ തന്നെ ഉടായിപ്പുണ്ട്. ഇപ്പൊ മാർട്ടിന്റെ വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ആ വീഡിയോ ഒഴിവാക്കണമെന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിജീവിത എന്തിനു വേണ്ടിയിട്ടാ? സത്യം മറയ്ക്കാൻ അല്ലെ? സത്യം മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ നമ്മളിപ്പോ ഈ ഫിലിം വിജയിക്കുന്നതോട് കൂടിയിട്ട് എല്ലാം പൊടിച്ച് ഒരു വരവുണ്ട്. പിന്നെ അടിപൊളി ഒരു ഡാൻസിനും കൂടി തകർന്ന ഒരു തെലുങ്ക് പടം, കളർഫുൾ തെലുങ്ക് പടം കണ്ട ഫീലിംഗ് ആണ്. പിന്നെ രജനീകാന്തൊക്കെ വന്നിട്ട് 100 പേര് അടിക്കണു, അതുപോലെ അല്ലു അർജുൻ 150 പേര് അടിക്കണു. അപ്പൊ ദിലീപ് ഒരു 50 പേരെങ്കിലൊക്കെ അടിക്കണ്ടേ? അതുപോലെ സംഭവം പൊളിച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ പടം, നല്ല രസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ലോജിക്ക് കഥയൊന്നും ചോദിക്കരുത്, ഒരു എന്റർടൈൻമെന്റ്. അഴിഞ്ഞാട്ടം തന്നെയാണ് കേട്ടോ, ഒരു സംശയമില്ല. സംഭവം പൊളിച്ചേക്കാണ്. നമുക്ക് കിളി വാരിയിലുള്ള അഴിഞ്ഞാട്ടാണ്. തീർച്ചയായിട്ടും ആഘോഷിക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ബോറൻ സീനുകളൊന്നുമില്ല, ഒരു എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ട്, സൂപ്പർ അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ. സൂപ്പറായിട്ട് നല്ലായിരുന്നു, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു, നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിപൊളിയാണ്. എന്തോ സൂപ്പർ അടിപൊളിയാണ്. അങ്ങനെ ഈ ഒരു ഇതിലോട്ട് വന്നുകൊണ്ട് ദിലീപേട്ടന് ഒത്തിരി ഇഷ്ടമാണ്. കാരണം സിനിമ വളരെ നല്ല കൊമേഴ്ഷ്യൽ സിനിമ, നല്ല എന്റർടൈൻമെന്റ് സിനിമകൾ ഉണ്ടാവാൻ ഒരുപാട് എഫേർട്ട് എടുത്തൊരു വ്യക്തിയാണ് ദിലീപേട്ടൻ. ആ ഒരു നിലയിൽ അദ്ദേഹത്തോട് ഒന്നും റെസ്പെക്ട്.